91ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പതാക ഉയർത്തൽ ചടങ്ങുകൾ ഇന്ന് രാവിലെ 7 മണി മുതൽ ആരംഭിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ, തീർത്ഥാടന സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, സ്വാമി വിശാലാനന്ദ, സ്വാമി ശാരദാനന്ദ തുടങ്ങിയ മഠത്തിലെ പ്രമുഖ സന്യാസി വര്യന്മാർ സംബന്ധിച്ചു. കൂടാതെ വർക്കല MLA അഡ്വക്കേറ്റ് ജോയി, വർക്കല നഗരസഭ ചെയർമാൻ KM ലാജി, വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ എന്നിവരും സന്നിഹിതനായിരുന്നു. സായുജ്യം നൽകുമാരിനും സത്യം ജ്ഞാനമാനന്ദം നീതന്നെ വർത്തമാനവും മഹദേവതാശ്രിയം കാഭിഹസ്തപരിപാതനീഗണം കകളീ ലേഖലാ കുതൂഹല സ്വത്തുഗേ വിനഹുലാശ്ച ചിത്രിത ആത്മനഃ പരമപാവനീ കലാ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച് അനുവദിച്ച ശിവഗിരി തീർത്ഥാടനം 91ൻ്റെ നിറവിലാണ്. ഈ കൊല്ലം ഡിസംബർ 15-ന് ആരംഭിച്ച് ജനുവരി 5-ന് പര്യവസാനിക്കുന്ന രൂപത്തിലാണ് തീർത്ഥാടന പരിപാടികൾ ഏർപ്പാട് ചെയ്തത്. എങ്കിലും ഡിസംബർ 30, 31, ജനുവരി 1 തീയതികൾ മഹാതീർത്ഥാടന ദിനമായി കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ പതാക ഉയർത്തൽ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് 9 സമ്മേളനങ്ങളാണ് കാര്യപരിപാടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർത്ഥാടന പരിപാടികൾ ഔപചാരികമായി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ 31-ാം തീയതി രാവിലെ 10 മണിക്ക് തീർത്ഥാടക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി നിർമ്മല രാമനാണ്. മറ്റ് സമ്മേളനങ്ങളിൽ കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. തീർത്ഥാടന പരിപാടികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിജയപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണിനിരക്കുന്ന പീതാംബരധാരികളായ ജനലക്ഷങ്ങൾ ശാരദാദേവിയെയും മഹാസമാധി മന്ദിരത്തിലും ദർശനം ചെയ്ത് ഈ വർഷം വിശേഷാൽ ഒരുക്കിയിട്ടുള്ള ചിത്രപ്രദർശനം, ഗുരുദേവൻ്റെ തിരുവവതാരം തൊട്ട് മഹാസമാധി വരെയുള്ള ചിത്രങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ചിത്രപ്രദർശനം, ഇതിലെല്ലാം ഭക്തജനങ്ങൾ വന്ന് ദർശനം ചെയ്ത് പങ്കാളികളായി സന്തോഷഭരിതരായി മടങ്ങുന്നു. നമസ്കാരം. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്പം മുമ്പ് കൊടിയേറിയിരുന്നു. ഇപ്രാവശ്യത്തെ ശിവഗിരി തീർത്ഥാടനം ലക്ഷക്കണക്കിന് അധികം ഭക്തജനങ്ങൾ മുൻകാലങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ശിവഗിരിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 20ഓളം വരുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം തീരുമാനിച്ച് നിരവധി പ്രാവശ്യം അവരുടെ മീറ്റിങ്ങുകൾ പ്രത്യേകമായി ചേർന്ന് തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലയിൽ ഉള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 600ഓളം വരുന്ന പോലീസ് വരുന്ന 3-4 ദിവസക്കാലം ശിവഗിരിയിലെ ക്രമസമാധാന പാലനവും പാർക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പോൾ KSRTC കേരളത്തിൻ്റെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ഏതാണ്ട് 200ഓളം സർവീസുകൾ KSRTC ഇതിനകം തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ശിവഗിരി തീർത്ഥാടനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്ന വേളയിൽ ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അഭൂതപൂർവമായിട്ടുള്ള ജനത്തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് ലോകത്ത് നടക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ മുൻകൂട്ടി കണ്ട് ജാതിയും മതവുമൊന്നും അല്ല, മനുഷ്യനാണ് പ്രധാനമെന്ന് പറഞ്ഞ ഗുരുവിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുള്ള ഒരു കാലഘട്ടം കൂടിയാണത്. അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടനം വളരെ സുഗമമായി നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയ വിവരം അറിയിക്കുകയാണ്. ബീക്കൺ ന്യൂസ് വർക്കല.